രാവിലെ തന്നെ നല്ല മഴയായിരുന്നേ. അപ്പോൾ എന്തായാലും ഒരു വോട്ട എയ്റ്റിനിടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേയധികം നാളായി ഞാൻ എൻ്റെ ചാനലിൽ ഒരു വോട്ട എയ്റ്റിനിടെ ഇട്ടിട്ട്. എനിക്കൊന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ എന്തോ ഇട്ടതാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു ഡെയിലി റൊട്ടീനാക്കി ഞാൻ എടുക്കുന്നുണ്ട്. നല്ല തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ, അത് കുടിക്കുന്നുണ്ട്. അപ്പോൾ ദേ അവൾ വന്ന് ഇങ്ങനെ വായി നോക്കി ഇരിക്കുന്നുണ്ട്, എന്തോ പരിപാടി ഒപ്പിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും ഞാൻ ഉണ്ടാക്കിയ ഒരു കിഴങ്ങ് ബുർജ് കറിയും മുട്ട പുഴുങ്ങിയതുമായിരുന്നേ. ഞാൻ വെറുതെ പറയില്ല ഗൈസ്, നല്ലതായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കിഴങ്ങ് കറി. അപ്പോൾ 2 ചപ്പാത്തി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് മക്കം അങ്ങോട്ട് വിഴുങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായാൽ അന്നത്തെ ദിവസം കിടുവാണ് ഗൈസ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാക്കാണ്ടിരിക്കുക. അന്നത്തെ എനർജി ഫുള്ളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലാണല്ലോ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചക്ക ഉണ്ടായിരുന്നു, ചക്ക കഴിച്ചു. ഉച്ചയ്ക്ക് ചക്ക കഴിച്ചുകൊണ്ട് തന്നെ ചോറ് കഴിച്ചില്ല കേട്ടോ, അങ്ങോട്ട് സ്കിപ്പാക്കി. പിന്നെ 4 മണിക്ക് ചായയും പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു. ഈ പഴംപൊരി അടിപൊളിയാട്ടോ, നമ്മുടെ ഇവിടെ അടുത്ത 2 ചേച്ചിമാരുണ്ടാക്കുന്ന പഴംപൊരിയാണ്. നല്ല സൂപ്പർ, നല്ല സോഫ്റ്റാണ്. മധുരമില്ലാത്ത ചായയുടെ കൂടെ പഴംപൊരിയും ഉഴുന്നുവടയും അങ്ങോട്ട് അകത്താക്കി. അത് കഴിച്ചപ്പം നല്ല സുഖം, സമാധാനം തോന്നി കേട്ടോ. ഈ 4 മണിക്ക് ഉള്ള ചായ കുടിയും കൂടെ ഒന്ന് ഒഴിവാക്കിയാലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇമാതിരി ഐറ്റംസൊക്കെ കാണുമ്പം ചായയുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ കടികളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ചായ കുടിക്കാനൊരു ടെൻഡൻസി, ഒരു ത്വര ഉണ്ടാവും. ഉഴുന്നുവടയും കഴിച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് ചോറും പരിപ്പും പപ്പടവും അച്ചാറും ആയിരുന്നേ. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. കുറച്ച് ചോറെടുത്തിട്ടുണ്ടായിരുന്നു, പരിപ്പ് കറി, ആ പപ്പടമൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു അച്ചാർ കഷ്ണമൊക്കെ കടിച്ച് കഴിക്കുമ്പോഴത്തേക്കിനും നല്ല സമാധാനമാണ് ഗൈസ്. ഇവിടുത്തെ ഈ പരിപ്പ് കറിയിൽ നാളികേരമൊന്നും ചേർക്കില്ല കേട്ടോ. കുത്തുമുളക് ഇട്ട് കാച്ചിയെടുക്കുന്ന പരിപ്പ് കറിയാണ്. അത് നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കെപ്പോഴും എൻ്റെ അവിടുത്തെ പരിപ്പ് കറി തന്നെയാട്ടോ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വോട്ട് ഐറ്റിനിടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.